ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഐസൊലേറ്ററും അതുപോലെ തന്നെ RCCB ആണ്. ഒരു 3 ഫേസ് കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് ആദ്യമേ തന്നെ എത്ര ആംബിയറൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ KSEBിയിൽ നിന്ന് കണക്ഷൻ പോസ്റ്റിൽ നിന്ന് വരുന്നതിന് ശേഷം നമ്മുടെ ആദ്യമേ തന്നെ മീറ്റർ ബോക്സിലേക്ക് വന്നു. അതിൽ നിന്ന് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. അപ്പോൾ ഐസൊലേറ്ററിലേക്ക് വരുന്ന ഐസൊലേറ്ററാണ് ഈ കാണുന്നത്. ഐസൊലേറ്ററിൻ്റെ പോളിക്യാബിൻ്റെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് വരുന്നത് RCCBയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് എത്ര ആംബിയറാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ആദ്യമേ തന്നെ നോക്കേണ്ടത്. ആദ്യമേ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ 3 ഫേസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 63 ആംബിയറിൻ്റെ ഐസൊലേറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം 63 ആംസ് 4 പോൾ എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതായത് 3 ഫേസും ഒരു ന്യൂട്രലും കൺട്രോൾ ചെയ്യുന്നതാണ് 4 പോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് കറക്റ്റ് വാട്ടേജ് ഉണ്ട്. 240 × 415 വോൾട്ടാണ് എൻ്റെ സപ്പോർട്ടീവ് വോൾട്ടേജ് വരുന്നത്. ഇത്രയും മാത്രമാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ജസ്റ്റ് ഒരു ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ്. പണ്ടത്തെ മെയിൻ സ്വിച്ചിന് ഓൺ ഓഫ് സ്വിച്ച് മാത്രമായിട്ടാണ് ഐസൊലേറ്റർ ഉപയോഗിക്കുന്നത്. RCCB നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 63 ആംസ് അതിനുശേഷം 4 പോൾ എഴുതിയിട്ട് 30 മില്ലി ആംബിയർന്ന് എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 30 മില്ലി ആംബിയർ. എന്നാൽ നമ്മുടെ RCCBയിൽ മാത്രമാണ് പറയുന്ന 30 മില്ലി ആംബിയർ. അപ്പോൾ ഇതിൻ്റെ രണ്ടും നിങ്ങൾ റേറ്റ് നിങ്ങൾ നോക്കുക. അതായത് രണ്ടിൻ്റെ MRP തമ്മിലുള്ള വ്യത്യാസം. മറ്റേത് ഐസൊലേറ്റർ ആണെങ്കിൽ 1500 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ RCCB ആവുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് 4500 സംതിങ്ങിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന RCCB നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഐസൊലേറ്ററാണ്. അപ്പോൾ ജസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ്. ഈ ഐസൊലേറ്റർ മാറിയതിന് ശേഷം ഐസൊലേറ്ററിൽ നിന്ന് നേരെ വരുന്നത് RCCBയിലേക്കാണ് കണക്ഷൻ വരേണ്ടത്. അപ്പോൾ RCCBയിലേക്ക് വരുന്ന വേറെ ഒന്നുമല്ലാണ്ട് അത് ഒറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ. ആ ഒറ്റ ബട്ടൺ ഉദ്ദേശിച്ച ട്രിപ്പിംഗ് വോൾട്ടേജാണ് വരുന്നത്. അപ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് 7 വർഷം വാറണ്ടി തരുന്നുണ്ട്. അതായത് എന്തെങ്കിലും എർത്ത് ലീക്കേജ് കറണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, എർത്ത് ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് 30 മില്ലി ആംബിയറിന് മുകളിലേക്ക് എർത്ത് ലീക്കേജ് കറണ്ട് ഉണ്ടെങ്കിൽ RCCB ട്രിപ്പ് ആവും. അതാണ് ആ 4 പോൾ 30 മില്ലി ആംബിയറിന് കറക്റ്റായിട്ട് കറക്റ്റിരിക്കുന്നത്. അതായത് എർത്ത് ലീക്കേജ് എന്തെങ്കിലും എർത്ത് ആവുന്ന സമയത്ത് മാത്രമാണ് ഈ പറയുന്ന RCCB ട്രിപ്പ് ആവുള്ളൂ. ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ RCCB ട്രിപ്പ് ആവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. ഹൈ വോൾട്ടേജ് ഡബിൾ ഫേസ് ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ RCCB ട്രിപ്പ് ആവില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. ഇനി RCCBയിൽ നോക്കുക, നമുക്ക് ഇതുപോലൊരു പേപ്പർ അതിൻ്റെ അകത്ത് നിന്ന് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതാണ് മസ്റ്റായിട്ട് നമ്മൾ എടുത്തു വയ്ക്കേണ്ടത്. ഇതിൽ കണ്ട ഒരു RC കണ്ട സീരിയൽ നമ്പർ ഉണ്ടാവും. ഈ സീരിയൽ നമ്പർ നമ്മൾ വാങ്ങിക്കുമ്പോൾ RCCB വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാവും. ഇതാണ് നമ്മൾ കണക്ഷന് വേണ്ടി, അതായത് ആ KSEBിയുടെ കണക്ഷൻ അപേക്ഷിക്കുമ്പോൾ ഈ പേപ്പർ നമ്മൾ വെച്ച് വേണം കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്ത് കണക്ഷൻ നമ്മൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് ഉണ്ടാ. ഇത് ഓൾറെഡി RCCBയുടെ കണക്ഷൻ അവർ തന്നിരിക്കുന്നതാണ്. ലോഡ് വന്ന് ലോഡ് കറണ്ട് നമ്മൾ നേരെ വന്നതിന് ശേഷം ഫസ്റ്റ് വരേണ്ടത് നമ്മൾ പറഞ്ഞ മീറ്റർ ബോക്സിൽ നിന്ന് നേരെ വരേണ്ടത് RCCBയിലേക്കല്ല, നേരെ ഐസൊലേറ്ററിലേക്കാണ് വരേണ്ടത്. ഐസൊലേറ്ററിൽ നിന്ന് വേണം RCCBയിലേക്ക് വരാൻ. അവിടെ നിന്ന് വേണം MCBകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം KSEBിയുടെ പോസ്റ്റിൽ നിന്ന് നേരെ വരുന്നത് മീറ്റർ ബോക്സിലേക്ക്. മീറ്റർ ബോക്സിൻ്റെ ഫ്യൂസ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വഴി അത് നേരെ വന്ന് DBയിലേക്ക് വരും. DBയിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഐസൊലേറ്ററിലേക്കാണ് കൊടുക്കേണ്ടത്. ഐസൊലേറ്ററിൽ നിന്ന് വേണം സ്വിച്ച് ഓഫ് ഓൺ ഓഫ് സ്വിച്ചാണ് ഐസൊലേറ്റർ. അതിൽ നിന്ന് വേണം നമുക്ക് ഈ പറഞ്ഞ RCCBയിലേക്ക് വരാൻ. RCCBയിൽ നിന്ന് വേണം സെലക്ടർ. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ MCBകളിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ നോർമൽ ലെവലിലുള്ള കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഐസൊലേറ്റർ എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതായത് ജസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ് ഐസൊലേറ്ററായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് RCCB എന്ന് ഉദ്ദേശിച്ച് എർത്ത് ലീക്കേജ് കറണ്ടാണ് വരുന്നത്. എർത്ത് ലീക്കേജ് കറണ്ട് എന്തെങ്കിലും എർത്ത് ലീക്കേജായ മാത്രമാണ് RCCB ട്രിപ്പ് ആവുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു വോൾട്ടേജ് ഹൈ വോൾട്ടേജ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ RCCB ട്രിപ്പ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് വേറൊരു ഡിവൈസ് ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് ലൈറ്റ്നിങ് ആണെങ്കിലും ഹൈ വോൾട്ടേജ് ആണെങ്കിലും വരുന്ന സമയത്ത്, ഡബിൾ ഫേസ് ആണെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഫുൾ സേഫ്റ്റി ആക്കുന്നതിന് വേണ്ടി ഡിവൈസ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്കിതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്ക് കൂടി ചെയ്തേക്കുക, ഷെയർ കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.